नमस्ते बच्चों, हमारा तीसरा पाठ बस की यात्रा। हमारा तीसरा पाठ मूന്നാമത്തെ ലെസൺ ഏതാണ്? ബസ് की यात्रा. ये एक व्यंग्य ലേഖ है. ഇതൊരു എന്താണ് വ്യംഗ്യം എന്ന് വെച്ചാൽ എന്താണ്? പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ലേഖാണ്. ഇത് എഴുതിയിരിക്കുന്നത് ബസ് की यात्रा का लेखक हरशंकर परसाई. बस की यात्रा का लेखक बस की यात्रा का लेखक हरशंकर परसाई. हरशंकर परसाई. ये बस की यात्रा लेखक कौन है? हरशंकर परसाई. उनका जन्म എവിടെയാണ്? मध्यप्रदेश में. അദ്ദേഹത്തിന്റെ ജന്മം എവിടെയാണ്? ജന്മ मध्य प्रदेश में हुआ था. मध्य प्रदेश में. देखो हमारा तीसरा पाठ ഏതാണ്? ബസ് की യാത്ര. അതായത് ബസ്സിലുള്ള ഒരു യാത്രയാണ്. ഈ ബസ് की यात्रा का लेखक हरिशंकर परसाई हिंदी के प्रमुख साहित्यकार है. പിന്നെ उनका जन्म അദ്ദേഹത്തിന്റെ ജന്മം എവിടെയാണ്? മധ്യപ്രദേശ് में उनका जन्म. ഇനി അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികൾ രചനായെ കഹാനി സ്റ്റോറി രചനകൾ വരുന്നത് കഹാനിയുണ്ട്, ഉപന്യാസം എഴുതിയിട്ടുണ്ട്, പിന്നെ എന്താണ് കവിതാ സംഗ്രഹം എഴുതിയിട്ടുണ്ട്. देखो കഹാനി സംഗ്രഹം എന്ന് പറഞ്ഞാൽ രചനയായ കഹാനി, അതായത് സ്റ്റോറീസിൽ അദ്ദേഹത്തിന് വരുന്നത് ഏതൊക്കെയാണ്? കഹാനി സംഗ്രഹത്തിൽ വരുന്നത് ഹസ്തേ ഹേ റോത്തേ ഹേ, हंसते हैं रोते हैं, हंसते हैं रोते हैं, जैसे उनके दिन फिरे, जैसे जैसे उनके दिन फिरे. बच्चों, हमारा तीसरा पाठ का नाम क्या है? बस की यात्रा. बस की यात्रा के लेखक कौन है? बस की यात्रा എന്ന് പറയുന്ന ലേഖനം എഴുതിയിരിക്കുന്നത് ആരാണ്? ഹർശങ്കർ പർസായി, ഇന്ത്യക്ക് പ്രസിദ്ധ സാഹിത്യകാർ. പിന്നെ ഉൻകി രചനായ അതായത് രചനകൾ അത് കഹാനിയിൽ വരുന്നതാണ്. എന്ത്? ഹസ്തേ ഹേ റോത്തേ ഹേ, ജൈസെ ഉൻകെ ദിൻ ഫിരെ ആദി. വീണ്ടും ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. അതിൽ ഞാൻ രണ്ടെണ്ണമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെസൺ हमारा तीसरा लेसन का नाम क्या है? हमारा तीसरा लेसन का नाम क्या है? बस की यात्रा. बस की यात्रा का लेखक मीन्स എഴുത്തുകാരൻ അല്ലേ? അത് എഴുതിയത് ആരാണ്? ഹർശങ്കർ പർസായി, ഇന്ത്യക്ക് പ്രമുഖ സാഹിത്യകാർ थे. പിന്നെന്താണ്? उनकी प्रमुख रचनाएं അതിൽ കഹാനിയിൽ വരുന്നതാണ് ഹസ്തേ ഹേ റോത്തേ ഹേ, ജൈസെ ഉൻകെ ദിൻ ഫിരെ ആദി. നെക്സ്റ്റ് പിന്നെന്താണ് അദ്ദേഹത്തിന്റെ വരുന്നത്? രചനകളിൽ വരുന്നത് ഉപന്യാസ്. ഉപന്യാസ് മീൻസ് നോവൽസ് ആണ് കേട്ടോ. ഉപന്യാസ് ഏതൊക്കെയാണ്? റാണി നാഗ്ഫണി की कहानी, റാണി नागफनी की कहानी, थर्ड की खोज. नेक्स्ट ज्वाला और जल. ज्वाला और जल. देखो उपन्यास നോവൽസ് ഏതൊക്കെയാണ്? റാണി, നാഗ്ഫണി की कहानी, थर्ड की खोज, ज्वाला और जल आदि. പിന്നെ സംസ്മരണം എന്ന് വെച്ചാൽ എന്താണ്? ഓർമ്മക്കുറിപ്പുകൾ അല്ലേ? അത്
വരുന്നതാണ് തിർച്ചി രേഖായെ. സംസ്മരൺ വരുന്നതാണ് തിർച്ചി രേഖായെ. संस्मरण तिरछी रेखाएं. तिरछी रेखाएं. लेख संग्रह. लेख संग्रह വരുന്നത് लेख संग्रह. तब की बात होती, तब की बात और भी, तब की बात और भी, तब की बात और भी. भूत के पाव पीछे, भूत के पाव, भूत के पाव पीछे. देखो, तब की बात थी, भूत के पाव पीछे. उपन्यास എന്താണ്? रानी नागमणि की कहानी, तट की खोज, ज्वाला और जल. संस्मरण है तिरछी रेखाएं. लेख संग्रह वर्णन तब की बात थी, भूत के पाव पीछे. देखो, बस की यात्रा के बारे में क्या पता है? बस की यात्रा यातायात की दुर्व्यवस्थाओं पर व्यंग्य करती है अല്ലേ? നമ്മുടെ യാത്രക്കാരുടെ അല്ലേ യാത്ര ചെയ്യുമ്പോൾ ആ ദുർവ്യവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഏക നിബന്ധേക്ക് ഹാസ്യാസ്പദം. ഹാസ്യം മീൻസ് എന്താണ്? പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ്. ജിസ് ലേഖക് ने पुरानी बस की हालत का അല്ലേ? ഇതിനകത്ത് ലേഖകൻ എന്താണ്? ഒരു പഴയ ബസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ലേഖകന് ഒരു പഴയ ബസ്സിനെ കുറിച്ചാണ് ഇതിൽ എന്താണ് പരിഹസിച്ചുകൊണ്ട് അല്ലെ വ്യംഗ്യാത്മകമായിട്ട് അല്ലേ വ്യംഗ്യം അത് വേറൊരർത്ഥത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ. हम 5 मित्रों ने तय किया कि शाम 4 बजे की बस से चले. पन्ना से इसी कंपनी के बस सतना के लिए घंटे भर बाद मिलती है, जो जबलपुर की ट्रेन मिला देती है. सुबह घर पहुंच जाएंगे. हम में से 2 को सुबह काम पर हाजिर होना था, इसलिए वापसी का यही रास्ता अपनाना जरूरी था. लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस से सफर नहीं करते. क्या रास्ते में डाकू मिलते हैं? नहीं, बस डाकिन है. देखो बच्चों, हम 5 मित्रों ने तय किया कि शाम 4 बजे की बस से चले. पन्ना से इसी कंपनी की बस सतना के लिए घंटे भर बाद मिलती है, जो जबलपुर की ट्रेन मिला देती है. सुबह घर पहुंच जाएंगे. हम में से 2 को सुबह काम पर हाजिर होना था, इसीलिए वापसी का यही रास्ता अपनाना जरूरी था. लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस से सफर नहीं करते. क्या रास्ते में डाकू मिलते हैं? नहीं, बस डाकिन है. तुमको क्या समझा? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? हम 5 मित्रों ने तय किया. ഞങ്ങൾ 5 മിത്രങ്ങൾ കൂടി ഒരു തൈ മീൻസ് എന്താണ്? നിർണയമാണ് അല്ലെ, ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഷാം ഞങ്ങൾ പറഞ്ഞാൽ ഇതിൽ ആരും ഉൾപ്പെടുമെന്നല്ല, ലേഖകനും ഉൾപ്പെടും. ലേഖകൻ നാം ഹർശങ്കർ പസായി. हम 5 मित्रों ने तय किया कि शाम 4 बजे की बस चले അല്ലേ 4 മണിയാകുമ്പോൾ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ബസ്സിൽ പോകാം. पन्ना से इसी कंपनी की बस सतना के लिए घंटे भर बाद मिलती है. एवं पन्ना मीन्स एक जगह का नाम. पन्ना पन्ना ഒരു സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. പന്ന पन्ना एक जगह का नाम. पन्ना से इसी कंपनी की बस सतना के लिए घंटे भर बाद मिलती है, जो जबलपुर की ट्रेन मिला देती है. പന്നായിൽ നിന്ന് എന്താണ് ബസ് സത്തന, അതൊരു പ്ലേസ് ആണ്. അവിടെ വരെ ചെന്നിട്ട് എന്താണ് അവിടെ നിന്ന് എങ്ങനെ പോകാം? ട്രെയിനിൽ എങ്ങോട്ട് പോകാം? ജബൽപൂർ
जबलपुर। जबलपुर, जबलपुर की ट्रेन मिला देती है। सुबह घर पहुंच जाए है, രാവിലെ എന്താണ് രാവിലെ എവിടെ എത്തും? വീട്ടിൽ എത്തിച്ചേരും. जाएंगे। सुबह घर, सुबह मीन्स मॉर्निंग, सुबह मॉर्निंग, सुबह मॉर्निंग। शाम मीन्स इवनिंग, सुबह मॉर्निंग, शाम इवनिंग। जबलपुर की ट्रेन मिला देती है, सुबह घर पहुंच जाएंगे। हम में से दो को सुबह काम पर हाजिर होना। हाजिर मीन्स എന്ന് വെച്ചാൽ എന്താണ്? ഉപസ്ഥിത, പ്രസന്റ് ആകുന്ന. हाजिर, हाजिर मीन्स उपस्थित, हाजिर, हाजिर उपस्थित, हाजिर मीन्स उपस्थित। सुबह घर पहुंच जाएंगे, हमसे दो को सुबह काम पर हाजिर होना था, इसलिए वापसी का एक ही रास्ता अपनाना जरूरी था। लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस से सफर नहीं करते। क्या रास्ते में डाकू मिलते हैं? नहीं, बस डाकिंग है। എന്താണ് ചോദിക്കുന്നത്? ലോകോനെ സലാഹ് ദി, ലോകം മീൻസ് ആൾക്കാരാണ്. ആൾക്കാർ ഉപദേശിച്ചു അല്ലെ അഡ്വൈസ് കൊടുത്തു. എന്താണ്? സമജ്ദാർ ആദ്മി, ഇസ് ബുദ്ധിയുള്ള മനുഷ്യര് എന്താണ്? ശാംവാലി ബസ്, ഇസ് ശാംവാലി ബസ് സഫർ അല്ലെ, ഈ ബസ്സിൽ യാത്ര ചെയ്യത്തില്ല ബുദ്ധിയുള്ള മനുഷ്യര്. സഫർ മീൻസ് എന്താണ്? യാത്ര, ട്രാവലാണ്. സഫർ, सफर मीन्स यात्रा। सफर यात्रा, ट्रावल ആണ് കേട്ടോ. സഫർ യാത്ര. അപ്പോൾ എന്താണ്? ബുദ്ധിയുള്ള മനുഷ്യര് ഈ ബസ്സിൽ യാത്ര ചെയ്യൂല. ക്യാ രാസ്തേ മേ ഡാക്കു മിൽത്തെ ഹെ, എന്താ വഴിയിലെ ഡാക്കു എന്താണ്? പക്ഷേ ഇവിടെ ഡാക്കു സാധാരണ എന്താണ്? കള്ളന്മാരെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അതല്ല. ബസ് ഡാക്കു എന്ന് വെച്ചാൽ എന്താണ്? ബസ് എന്താണ്? മോശമാണ് അല്ലേ? അല്ലേ? ബസ് ഒരു എന്താണ്? പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴഞ്ചനായ ഒരു ബസ്സാണ്. ഈ ബസ് ഡാക്കി है। हम 5 देखो, एक बार देखो, हम 5 मित्रों ने तय किया कि शाम 4 बजे की बस से चले। पन्ना से इसी कंपनी की बस सतना के लिए घंटे भर बाद मिलती है, जो जबलपुर की ट्रेन मिला देती है। सुबह घर पहुंच जाएंगे, हमें से 2 को सुबह काम पर हाजिर होना था, इसलिए वापसी का एक ही रास्ता अपनाना जरूरी था। लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस से सफर नहीं करते। क्या रास्ते में डाकू मिलते हैं? तुम्हें समझा? അപ്പോൾ എന്താണ് പറയുന്നത്? ലേഖകനും അദ്ദേഹത്തിൻ്റെ അല്ലേ, ഹം 5 മിത്രം, ഞങ്ങൾ 5 മിത്രങ്ങളും കൂടി ഒരു നിർണയം എടുത്തു. എന്താണ്? ബസ്സിൽ യാത്ര ചെയ്യാൻ. എവിടുന്ന്? പന്നാഴിയിൽ നിന്ന്. അതൊരു സ്ഥലപ്പേരാണ്. അങ്ങനെ എന്നിട്ട് എന്താണ്? പിന്നെ അവർക്ക് അവിടെ നിന്ന് സത്തനാമല്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവർക്ക് ജബൽപൂരിലേക്ക് ട്രെയിനിൽ പോകാം. അപ്പോൾ എന്താണ്? ഇവരുടെ ബസ് എങ്ങനെയുള്ളതാണ്? ഒരു പഴഞ്ചനായ ഒരു ബസ്സാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരല്ലേ, സമജ്ദാർ ആദ്മീനെ കഹാ അല്ലേ, നിങ്ങൾ ഈ ബസ്സിൽ പോകരുത്. എന്താണ്? ഇതിൽ പോയാൽ എന്താണ്? അപകടം അല്ലേ, സമയത്ത് എത്തുമോ എന്നൊന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതേ ഒരു പടമൊക്കെ ഉണ്ട്. ബസ് ഇങ്ങനെ ഒരു വല്ലാതെ കുട്ടിപ്പണി. നിങ്ങൾ ടെസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. देखो नेक्स्ट पैराग्राफ। बस को देखा तो श्रद्धा उमड़ पड़ी। खूब वयोवृद्ध थे, सदियों के अनुभव के निशान लिए हुए थे। लोग इसलिए इससे सफर नहीं करना चाहते कि वृद्धावस्था में इसे कष्ट होगा। एक बस पूजा के योग्य थी, उस पर सवार कैसे हुआ जा सकता है?
देखो, बेस को देखा तो श्रद्धा उमड़ पड़ी, खूब वयोवृद्ध थे, सदियों के अनुभव के निशान लिए हुए थी। लोग इसलिए इससे सफर नहीं करना चाहते कि वृद्धावस्था में इसे कष्ट होगा। एक बस पूजा के योग्य थी, उस पर सवार कैसे हुआ जा सकता है. അപ്പോൾ ബസ്സിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ബസ് देखा तो ശ്രദ്ധ മീൻസ് എന്താണ്? ശ്രദ്ധയോടെ നോക്കുക എന്നുള്ളതാണ് ശ്രദ്ധ. ശ്രദ്ധ. ബസ് देखा तो ശ്രദ്ധ ഉമട്പടി. അപ്പൊ പോകുന്ന ബസ്സൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കുക അതെങ്ങനെയാണ്, ഏത് രീതി നല്ലതാണ് അല്ലേ, ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേ അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നാ പറയുന്നത്. ഖൂബ് വയോവൃദ്ധ. വയോവൃദ്ധ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രായം ചെന്ന മനുഷ്യനെ പോലെ. ഖൂബ് വയോവൃദ്ധ. ഖൂബ് വയോവൃദ്ധ. ബസ് की अवस्था कैसी? खूब वयोवृद्ध जैसी. सदियों के अनुभव के निशान लिए हुए. सदी. सदी मीन्स സൈക്കിളോ അല്ലേ. സദിയോക്കെ അനുഭവക്കെ അല്ലേ, ഒത്തിരി വർഷങ്ങളുടെ ഒരു എന്താണ് പഴക്കം, അനുഭവ സമ്പത്ത് എന്നൊക്കെ പറയുന്ന പോലെ പഴക്കം ഉള്ള അല്ലേ, പഴക്കം ചെന്ന അടയാളം. നിഷാൻ മീൻസ് എന്താണ്? ചിഹ്നം. നിഷാൻ അടയാളം, ചിഹ്നം. അപ്പം ഒത്തിരി അടയാളം അല്ലേ, പഴക്കം ചെന്ന അടയാളങ്ങൾ ആ ബസ്സിൽ കാണാം. लोग इसलिए इससे सफर नहीं करना चाहते कि वृद्धावस्था में इसे कष्ट होगा. എന്താണ് ലോക ഇസ്ലിയെ ഇസ്സെ ഇതുകൊണ്ടായിരിക്കും എന്താണ് ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യാൻ അല്ലേ, സഫർ നഹി കർണ ചാഹത്തെ, യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്താണ്? വൃദ്ധാവസ്ഥമേ ഇസെ കഷ്ട ഹോക. വൃദ്ധാവസ്ഥ മീൻസ് എന്താണ്? ഒരു മനുഷ്യർക്ക് ഏറ്റവും പ്രായം ചെല്ലുമ്പോൾ അവർക്ക് എന്താണ് അവരൊരു പഴഞ്ചനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ബസ് പ്രായം ചെന്നെന്ന് പറയുമ്പോൾ എന്താണ് അതൊത്തിരി പൊട്ടിപ്പൊളിഞ്ഞ് പഴകിയതായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏത് ബസ് പൂജാക്കെ യോഗ്യത്തി, ഇതൊന്നിനും കൊള്ളത്തില്ല, ഇനി അതുകൊണ്ട് ഷെഡിലിടാനുള്ള ഒരു അവസ്ഥയിലേ ഒക്കൂ. ഉസ് പർ സവാർ കൈസേ ഹുവാ ജാ സക്താ. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഈ ബസ്സിൽ എങ്ങനെ സവാർ മീൻസ് എന്താണ് എങ്ങനെ കയറും അല്ലെ കയറും യാത്ര ചെയ്യും എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. देखो, बस को देखा तो श्रद्धा उमड़ पड़ी, खूब वयोवृद्ध थी, सदियों के अनुभव के निशान लिए हुए थी. लोग इसलिए इससे सफर नहीं करना चाहते कि वृद्धावस्था में इसे कष्ट होगा. एक बस पूजा के योग्य थी, उस पर सवार कैसे हुआ जा सकता. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ബസ് की अवस्था അല്ലെ ബസ് की हालत कैसी थी എന്ന് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു? ബസ്സിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? बस की अवस्था एक वयोवृद्ध के समान थी. बस की हालत, ബസ് की ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരും. എങ്ങനെയാണ് ബസ് की हालत, ബസ്സിന്റെ അവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? एक वयोवृद्ध की अवस्था में थी. നിങ്ങൾക്ക് മനസ്സിലായോ? ബസ് की अवस्था कैसी थी അല്ലെ ബസ് की തുലന, ബസ്സിന്റെ അവസ്ഥ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? വയോവൃദ്ധിക്ക്, വൃദ്ധാവസ്ഥ കേട്ടോ. അപ്പോൾ ലേഖകനും ലേഖകനും എന്താണ്? ഹം 5 മിത്ര, നമ്മൾ 5 ഫ്രണ്ട്സ് ആണ് എവിടെ പോകുന്നത്? യാത്ര ചെയ്യാൻ. ഇതിലാണ് ബസ്സിൽ. അപ്പം യാത്ര ചെയ്യുമ്പോൾ പലരും ഉപദേശിച്ചു ആ ബസ്സിൽ പോകരുത്. കാരണം എന്താണ്? ആ ബസ് ഒരു പഴകിയ ബസ്. പഴകിയ മീൻസ് എന്ന് വെച്ചാൽ എന്താണ്? പഴഞ്ചനായ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബസ്സാണ്. പിന്നെ അതിനൊക്കെ ആ ബസ് की അവസ്ഥ എങ്ങനെയാണ്? ഖൂബ് വയോവൃദ്ധ ദേ അല്ലേ, ഒത്തിരി വർഷങ്ങൾക്ക് സദിയൊക്കെ അനുഭവക്കെ നിശാനില്ലേ കുയേതി. എന്താണ്? ഒത്തിരി അനുഭവങ്ങൾ ആ ബസ്സിൽ കാണാൻ പറ്റും എന്നല്ല, അടയാളങ്ങൾ കാണാൻ പറ്റുന്നില്ല. അത് അതുപോലെ കുറേ വർഷങ്ങളായിട്ട് ഓടി ഓടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബസ്സാണ്. അപ്പോൾ പഴഞ്ചനായിട്ട് മാറും. നിങ്ങൾക്കും കാണാറുണ്ട് പഴഞ്ചൻ ബസ്. അപ്പോൾ ആ ബസ്സിൽ പോയാൽ ചിലപ്പം എന്താണ് പഴഞ്ചൻ ബസ്സിൽ പോയാൽ സ്പീഡ് പോകത്തില്ല, എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ഡൗൺ ആകും അല്ലേ. അപ്പോൾ അതേ പോകണ്ട. ചില ബസ്സുകളൊക്കെ KSRTCയിലൊക്കെ കയറുമ്പോഴാണ് തന്നെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഓ അതിൽ വേഗതയൊന്നുമില്ല, പതുക്കെയാണ് പോകുന്നത്, നമുക്ക് ഏതെങ്കിലും ഫാസ്റ്റിലും അല്ല പോവാം. എന്നാലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. देखो नेक्स्ट पैराग्राफ देखो। बेस कंपनी के एक हिस्सेदार भी उसी बस से जा रहे थे। हमने उनसे पूछा एक बस चलती भी है? वो बोले चलती क्यों नहीं है जी, अभी चलेगी। हमने कहा वही तो हम देखना चाहते हैं, अपने आप चलती है यह? हाँ जी, और कैसे चलेगी? ना बस कंपनी के एक हिस्सेदार भी बस कंपनी के एक हिस्सेदार भी उसी बस से जा रहे थे। हमने उनसे पूछा एक बस चलती भी है? अब बस कंपनी के हिस्सेदार मीൻസ് എന്താണ്? ഷെയർ ഹോൾഡർ ആണ് ഹിസ്സേദാർ. അതായത് ബസ്സിൽ എന്താ ഷെയർ ഉള്ളത് അല്ലേ, പങ്കാളി എന്ന് പറയും അല്ലേ, ഹിസ്സേദാർ. ഹിസ്സേദാർ ഷെയർ ഹോൾഡർ ആണ് അല്ലേ. ഭാഗീദാർ ഹിന്ദിയിലുണ്ട്, ഭാഗീദാർ. बस कंपनी के एक हिस्सेदार भी उसी बस से जा रहे थे. हमने उनसे पूछा यह बस चलती भी है? അപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്താണ്, അതായത് ഈ ബസ്സിൻ്റെ ഒരു ഷെയർ ഹോൾഡറോട് ചോദിച്ചു, ഈ ബസ് പോകുമോ അല്ലെ യാത്ര ചെയ്യാൻ അനുയോജ്യമാണോ ചോദിക്കുകയാണ്. പോലെ ചലത്തി ക്യോം നഹീ ഹേ ജി, എന്താ പോകാതിരിക്കാൻ അല്ലെ സഞ്ചരിക്കാതിരിക്കാൻ എന്താണ്? अभी चलेगी, ഇതിപ്പോൾ പോകും. हमने कहा वही तो हम देखना चाहते हैं, अपने आप चलती है यह? ഞങ്ങളെന്നാ നോക്കട്ടെ. हाँ जी, और कैसे चलेगी? देखो बच्चों, അപ്പോൾ ഇതിലെന്താണ്, ലേഖകർക്ക് തൻ്റെ മിത്രങ്ങളുമായിട്ടൊരു യാത്ര പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്. ജബൽപൂർ ചെന്നിട്ട് അവർക്ക് ട്രെയിൻ പിടിച്ച് പിന്നെ അവർ പോകും. അപ്പോൾ ബസ്സിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ഇവർക്കൊരു സംശയം, ബസ്സൊക്കെ കറക്റ്റ് സമയത്തിന് എത്തുമോ എന്നുള്ളതാണ് അവരുടെ ഒരു ഡൗട്ട്. അപ്പം मैंने एक प्रश्न पूछा, बस की यात्रा नामक पाठ के लेखक कौन है? बस की यात्रा नामक पाठ के लेखक कौन है? बस की यात्रा नामक पाठ के लेखक कौन है? पाठ के लेखक कौन है? आराना कौन? हरशंकर परसाली. हरिशंकर परसाली എഴുത്തുകാരൻ്റെ പേരാണ്. ബസ് കി യാത്ര എന്നുള്ള പാഠം എഴുതിയിരിക്കുന്ന ലേഖകന്റെ പേര് ലേഖക് കോൺ ഹെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഹരിശങ്കർ परसाली. बस की यात्रा नामक पाठ गद्य की कौन सी विधा है? അതായത് ബസ് കി യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഈ പാഠഭാഗം എഴുത്തിലെ ഏത് രീതിയിൽ പെടുന്നതാണ്? വ്യംഗ്യലേഖ് കേട്ടോ. അതായത് ഗദ്യത്തിലെ ഏത് രീതിയിലാണ് ഇത് വരുന്നത്? ബസ് കി യാത്ര നാമക് പാഠ് बस की यात्रा नामक पाठ गद्य की कौन सी विधा है? गद्य मीन्स प्रोसा है. गद्य की कौन सी विधा है? ഇത് ഗദ്യത്തിലെ ഏത് രീതിയിൽ, ഗദ്യത്തിൽ വരുന്നത് ഏത് രീതിയിലുള്ള ഒരു എഴുത്താണ്? എങ്ങനെയാണ് അതിന്? വ്യംഗ്യ. അപ്പോൾ देखो ഈ നമുക്ക് ഇതിൽ തന്നെ പഠിക്കാൻ വന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കുക,
ബസ് കി യാത്ര നാമക് പാഠ് കെ ലേഖക് കോൺ ഹെ? ബസ് കി യാത്ര എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ആരാണ്? ഹരിശങ്കർ പർസായി. നെക്സ്റ്റ്, ബസ് കി യാത്ര നാമക് പാഠ് ഗദ്യ കി കോൺ സി വിധ ഹെ? ഗദ്യത്തിലെ, ഗദ്യം എന്ന് വെച്ചാൽ പ്രോസ് ആണ്, അതിലെ ഏത് രീതിയിലാണ് അത് ഉൾപ്പെടുന്നത്? ഏതാണ്? വ്യംഗ്യ സാഹിത്യത്തിലാണ് വരുന്നത്. देखो गसब हो गया, ऐसी बस अपने आप चलती है. അപ്പൊ ലേഖകന് ഇവിടെ ഒരു സംശയമാണ്, ഈ ബസ് പോകുമോ? ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെ പഴഞ്ചനായ അല്ലെ ഈ ബസ് പോകുമോ എന്നുള്ള ഡൗട്ടാണ് ആർക്കുള്ളത്? ലേഖകന് ഉള്ളത്. ഗസബ് ഹോ ഗയാ, ऐसी बस अपने आप चलती है, हम आगा पीछा करने लगे. डॉक्टर मित्र ने कहा, डरो मत, चलो, बस अनुभवी है, नई नवेली बसों से ज्यादा विश्वसनीय है, हमें बेटों की तरह प्यार से गोद में लेकर चलेगी. എന്താണ്? ഹം ആഗാ പീച്ച കർണെ, ആഗാ പീച്ച മീൻസ് ഒരു ശൈലിയാണ്, പ്രയോഗമാണ് കേട്ടോ. ദുവിധാക്കി സ്ഥിതി മേ അവസ്ഥയിലുള്ളതാണ്. ഹം ആഗാ പീച്ച കർണെ ലഗേ, ഡോക്ടർ മിത്രനെ കഹാ, ഡരോ മത് ചലോ. അപ്പോൾ ഡോക്ടറൊക്കെ ഉണ്ട് അപ്പോൾ കൂടെ. അപ്പോൾ അവർ പറയുകയാണ് എന്ത്? പേടിക്കേണ്ട, നമുക്ക് ഇതിൽ പോകാം എന്ന് പറയുന്നു. ബസ് അനുഭവി ഹെ, ബസ് അനുഭവി എന്ന് വെച്ചാൽ എന്താണ്? ബസ്സിലുള്ള യാത്ര നമുക്കൊരു അനുഭവമായിരിക്കും. നയി നവേലി ബസോം സെ ജ്യാദാ 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 മീൻസ് കൂടുതൽ, ജ്യാദാ അപ്പോൾ देखो हम आगे पीछे करने लगे थे, डॉक्टर मित्र ने कहा, डरो मत, चलो, बस अनुभवी है, नई नवेली बसों से ज्यादा विध. नई नवेली मीन्स എന്താണ്? बिल्कुल नया, എന്നത്തെ തികച്ചും പുതിയ ബസ്. नई नवेली എന്താണ്? बिल्कुल नई. बिल्कुल नहीं. हम आगे पीछे करने लगे, डॉक्टर मित्र ने कहा, डरो मत, चलो, बस अनुभवी है, नई नवेली बसों से ज्यादा विश्वसनीय है. विश्वसनीय, ज्यादा विश्वसनीय, विश्वसनीय, ज्यादा विश्वसनीय है, हमें बेटों की तरह प्यार से गोद में लेकर चलेगी. ഇവിടെ നിന്ന് ബസ്സിൽ മടി, ഗോദ് മീൻസ് ലാപ്പാൻ മടിയിൽ നിന്ന് ഞങ്ങൾ ഇരുന്ന് പോകാൻ തുടങ്ങി. हम बैठ गए, देखो हम बैठ गए, जो छोड़ने आए थे वे इस तरह देख रहे थे जैसे अंतिम विदा दे रहे हैं. उनकी आंखें कह रही थी, आना जाना तो लग ही रहता है, आया है सो जाएगा, राजा रेख फकीर, आदमी को खोज करने के लिए एक निमित्त चाहिए. हम बैठ गए, जो छोड़ने आए थे वे इस तरह देख रहे थे जैसे अंतिम विदा दे रहे हैं. उनकी आंखें कह रही थी, आना जाना तो लगा ही रहता है, आया है सो जाया है, राजा रेख फकीर, आदमी को खोज करने के लिए एक निमित्त चाहिए. खोज करना मीन्स अन्य स्थान पर जाना അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ പല വാഹനങ്ങളെ നമ്മൾ ആശ്രയിക്കും, സ്വന്തമായിട്ട് വണ്ടികൾ, അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ബസ്, ട്രെയിൻ അല്ലേ? നമുക്ക് യാത്ര ചെയ്യാൻ പല ഉപാധികളുണ്ട്, മാർഗങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാമായിട്ട് ഇരുന്നു. പിന്നെ എന്താണ്? രാജ, രക് മീൻസ് എന്താണ്? രക് മീൻസ് ഭിഖാരി, దగ్గరాണ്, ഭിക്കാരി. ഫക്കീർ മീൻസ് സാധു, ഫക്കീർ സാധു, സന്യാസി.
चाहिए। निमित्त मीन्स कारण, निमित्त कारण, निमित्त कारण। कूच करना मीन्स अन्य स्थान पर जाना, कूच करना मीन्स अन्य स्थान पर जाना। देखो हम बैठ गए, जो छोड़ने आए थे वे इस तरह देख रहे थे जैसे अंतिम विदा दे रहे हैं। उनकी आंखें कक रही थी। आना जाना तो लगा ही रहता है, आया है सो जाएगा, राजा रंग फकीर। आदमी को कूच करने के लिए एक निमित्त चाहिए। इंजन सचमुच स्टार्ट हो गया, ऐसा जैसे सारी बस की इंजन है और हम इंजन के भीतर बैठे हैं। कांच बिल कम बचे थे, जो बचे थे उनसे हमें बचना था। हम फौरन खिड़की से दूर सरक गए। इंजन चल रहा था, हमें लग रहा था कि हमारी सीट के नीचे इंजन है। ഇനി ബസ് എന്താണ് പുറപ്പെടാൻ തുടങ്ങുകയാണ്, ബസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇഞ്ചൻ സച്ച്മുച്ച് സ്റ്റാർട്ട് इंजन सचमुच स्टार्ट हो गया, ऐसा जैसे सारी बस ही इंजन है और हम इंजन के भीतर बैठे हैं. कांच बिल्कुल बचे थे अल्ले. എന്താണ് കാഞ്ച് മീൻസ് ഗ്ലാസ് ആണ്. കാഞ്ച് മീൻസ് ഗ്ലാസ്. कांच बिल्कुल कम बचे थे, जो बचे थे उनसे हम बचना था അല്ലേ. അതിൻ്റെ ഗ്ലാസ് ഒക്കെ എങ്ങനെയാണ്, ഇളകിയൊക്കെയാണ് അല്ലേ, പഴഞ്ചനായ ബസ്സാണ്, അപ്പം ഇളകിയൊക്കെ ഇരിക്കുന്നു. ഹം ഫോരൻ കിഡ്കി സെ ദൂർ സരക് ഗേ അല്ലേ. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്താണ്, ബസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ സ്ഥലം ആ പ്ലേസുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓടി മാഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എഴഞ്ഞു പോകുന്ന പോലെ തോന്നും. ഹം ഫോരൻ കിഡ്കി സെ ദൂർ സരക് ഗേ. സരക് മീൻസ് വെച്ചാൽ എഴഞ്ഞ് പോവുക അല്ലേ, ടു ക്രോൾ എന്നാണ് വരുന്നത്. സരക്ന സരക്ന മീൻസ് എന്താണ്, കിസ്സക്ന. എഴഞ്ഞു പോകുന്നതല്ലേ. उनसे हम बचना था, हम फौरन मीन्स तुरंत, फौरन मीन्स तुरंत, सडनली. फौरन मीन्स तुरंत, सडनली. खिड़की से दूर सरक गए. इंजन चल रहा था, हमें लग रहा था कि हमारी सीट के नीचे इंजन है. हमें लग रहा था कि हमारी सीट के नीचे, അപ്പം ഞങ്ങൾക്ക് എന്താണ് തോന്നി, എന്താണ് ഞങ്ങളുടെ സീറ്റ് അല്ലേ, സീറ്റിൻ്റെ അടി എന്താണ്, ഇഞ്ചൻ ഹേ. നീച്ച മീൻസ് താഴെ, അപ്പം മുകളിൽ നിന്നുള്ള മീനിങ് ഓപ്പോസിറ്റ് എന്നൊരു ഓപ്പൺ സംജ. അപ്പോൾ എന്താണ് അടുത്ത നെക്സ്റ്റ് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്താണ്, लेखक और उसके मित्र कितने बजे की बस पकड़ना चाहते थे. ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേഖക് और उसके मित्र कितने बजे की बस पकड़ना चाहते थे. ലേഖകവും അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളും എത്ര മണിക്കാണ് ബസ്സിൽ പോകാൻ തീരുമാനിച്ചത്. 4 बजे. लेखक और उसके मित्र, लेखक और उसके मित्र, लेखक और उसके मित्र कितने बजे की बस, कितने बजे की बस, कितने बजे की बस पकड़ना चाहते हैं. पकड़ना चाहते हैं.
लेखक और उसके मित्र कितने बजे की बस पकड़ने എത്ര മണിയുടെ ബസ്സിലാണ് അവർ പോകാനിരുന്നത് എത്ര മണിയുടെ 4 बजे 4 बजे लेखक और उसके मित्र दुविधा में क्यों थे അല്ലേ എന്താണ് ലേഖകവും അദ്ദേഹത്തിന്റെ മിത്രങ്ങളും എന്താണ് ദുവിധ ഒരു പ്രശ്നത്തിൽ അതെന്താണ് ബസ് की ദയനീയ ദശ देखकर ബസിന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ലേഖകനും എന്താണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എന്താണ് ഒരു അപകടം അല്ലേ ഒരു ദുവിധ ഒരു പ്രശ്നത്തിൽ ഒരു അപകടപ്പെട്ടല്ലോ എന്നുള്ളതിൽ തോന്നിയത് ബസ് की ദയനീയ ദശ देखकर देखो बस सचमुच चल पड़ी और हमें लगा कि एक गांधी जी के असहयोग और सविनय अवज्ञा आंदोलनों के वक्त अवश्य जवान रही होगी उसे ट्रेनिंग मिल चुकी थी हर हिस्सा दूसरे से असहयोग कर रहा था पूरी बस सविनय अवज्ञा आंदोलन के दौर से गुजर रही थी सीट का बाड़ी से असहयोग चल रहा था कभी लगता सीट बॉडी को छोड़कर आगे निकल गई है कभी लगता है कि सीट को छोड़कर बॉडी आगे भागी जा रही है 8-10 मील चलने पर सारे भेदभाव मिट गए ये समझ में नहीं आता था कि सीट पर हम बैठे हैं या सीट पर हम पर बैठी है देखो बस सचमुच चल पड़ी और हमें लगा कि एक गांधी जी के असहयोग आंदोलन सविनय अवज्ञा आंदोलनों के वक्त अवश्य जवान रही थी उसे ट्रेनिंग मिल चुकी थी എന്താണ് പറയുന്നത് ഗാന്ധിജിയുടെ ആന്തോളൻ മീൻസ് എന്താണ് പ്രക്ഷോഭണമാണ് മൂവ്മെന്റ് ആണ് ആന്തോളൻ असहयोग सविनय अवज्ञा आंदोलन आंदोलन मीन्स मूवमेंट आंदोलन मूवमेंट सविनय अवज्ञा आंदोलन सविनय अवज्ञा आंदोलन असहयोग और असहयोग और असहयोग असहयोग और सविनय अवज्ञा आंदोलन असहयोग और सविनय अवज्ञा आंदोलन व्यक्त आशय जवान रही होगी उसे ट्रेनिंग मिल चुकी थी ट्रेनिंग मीन्स എന്താണ് ट्रेनिंग കൊടുക്കുക പ്രശിക്ഷണം എന്ന് ഹിന്ദി ट्रेनिंग उसे ट्रेनिंग मिल चुकी थी हर किस्सा दूसरे से असहयोग कर रहा था पूरी बस सविनय अवज्ञा आंदोलन के दौर मीन्स टाइम ആണ് दौर समय दौर दौर मीन्स टाइम समय आंदोलन के दौर से गुजर रही थी सीट का बॉडी से असहयोग चल रहा था अല്ലേ सीटिന്റെ രൂപരേഖ असहयोग चल रहा था कभी लगता सीट बॉडी को छोड़कर आगे निकल गई है कभी लगता कि सीट को छोड़कर बॉडी आगे भागी जा रही है 8-10 मील चलने पर सारे भेदभाव मिट गए ये समझ में नहीं आता था कि सीट पर हम बैठे हैं या सीट हम पर बैठी है देखो बच्चों हमने कुछ प्रश्न पूछा
हमारा तीसरा पाठ का नाम क्या है? हमारा तीसरा पाठ का नाम बस की यात्रा। तीसरा पाठ का नाम बस की यात्रा। बस की यात्रा। लेखक का नाम क्या है? तुम्हें याद है लेखक का नाम हर्षंगर परसाई। हर्षंगर परसाई। उनका जन्म അദ്ദേഹത്തിന്റെ ജന്മം എവിടെയാണ്? മധ്യപ്രദേശ് में। मध्यप्रदेश में। ബസ് की यात्रा യാതായാത്തിക്ക് ദുർവ്യവസ്ഥ അല്ലെ? ബസ് യാത്ര ചെയ്യുമ്പോഴുള്ള എന്താണ് ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അല്ലെ എന്തെല്ലാം സംഭവിക്കുന്നതിനെ കുറിച്ചുമുള്ള അതിനെ ഒരു പരിഹസിച്ച രീതിയിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഹാസ്യാസ്പദമാണ് ഈ എഴുത്ത്. പിന്നെ ജിസ്മേ ലേഖകൻ പുരാനി ബസ് की हालत के बारे में എന്താണ് ഹാസ്യപൂർണ്ണ തരീക്കയ്ക്ക് വർണ്ണന किया है അല്ലേ? എന്താണ് ഒരു പഴയ ബസ്സിൻ്റെ അവസ്ഥ, ഒരു ദയനീയമായ അവസ്ഥയെക്കുറിച്ച് അതിനെ എന്താണ് ഹാസ്യാസ്പദമായ രീതിയിൽ വർണ്ണിച്ചിരിക്കുകയാണ്. പിന്നെ हर्षंगर परसाई का प्रमुख रचनाएं कहानी संग्रह। उनकी कहानी संग्रह के हंसते हैं रोते, പിന്നെ जैसे उनके दिन फिरे। हंसते हैं रोते जैसे उनके दिन फिरे. ഉപന്യാസ് ഏതൊക്കെയാണ്? ഉപന്യാസ് മീൻസ് നോവലാണ്. റാണി, നാഗ്ഫണി की कहानी, थटकी कोच. പിന്നെ ഏതാണ്? ജ്വാല और जल. कहानी संग्रह हंसते हैं रोते हैं. കഹാനി മീൻസ് സ്റ്റോറിയാണ്. കഹാനി സംഗ്രഹമാണ്, കഥാസംഗ്രഹങ്ങളാണ്. ഹസ്തേ ഹേ റോത്തേ ഹേ, ഹസ്തേ ഹേ റോത്തേ ഹേ. പിന്നെന്താണ്? തട്കി കോച്ച്. तटकी कोच, ज्वाला और जल. ज्वाला और जल. പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖ സംഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? തബ്കി ബാത്ത് ഓർ ധി, ഭൂത് കെ പാപ് പീछे. അപ്പം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കിക്കേ. ബസ് की यात्रा नामक पाठ का लेख कौन है? बस की यात्रा नामक पाठ के लेखक आराना हर्षंगर परसाई. उनका जन्म कहाँ है? मध्य प्रदेश में. പിന്നെ हर्षंगर परसाई एक व्यंग्य साहित्यकार है. പിന്നെ बस की यात्रा नामक पाठ गद्य की कौन सी विधा है? അല്ലേ? അതായത് നമ്മുടെ ബസ് की യാത്ര എന്ന് പറയുന്ന ലെസണ് ഗദ്യം എന്ന് വെച്ചാൽ എന്താണ്? പ്രോസ്. അതിൽ ഏത് ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ്? വ്യംഗ്യ സാഹിത്യത്തിൽ പെടുന്നത്. ലേഖക ഉസ്കെ മിത്ര കിത്തനെ ബജെ की बस की पकड़ना चाहते थे. ലേഖകവും അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളും എത്ര മണിക്കാണ് ബസ്സിൽ പോകാനിരുന്നത്? 4 बजे. लेखक सतना से कहाँ जाने वाली ट्रेन पकड़ना चाहते थे. लेखक सतना എന്ന് പറയുന്നിടത്തുനിന്ന് कहाँ എങ്ങോട്ട് ട്രെയിനിൽ പോകണമെന്നാണ് ആഗ്രഹം? जबलपुर जाने वाली. പിന്നെ ബസ് की तुलना किससे की गई है? ബസ്സിൻ്റെ തുലന എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ബസ് की तुलना किससे അല്ലെ ആരിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്നാ പറയുന്നത്? വൃദ്ധാവസ്ഥ അല്ലേ? खूब वृद्धावस्था अर्थात वयोवृद्ध. लेखक और उसके मित्र दुविधा में क्यों थी? എന്താണ്? बस की दयनीय दशा देखकर. इंजन सचमुच स्टार्ट हो गया, ऐसे क्यों कहा गया है? इंजन सचमुच स्टार्ट हो गया, ऐसे क्यों कहा गया? बस देखकर लगता नहीं था कि एक स्टार्ट होगी. എന്താണ്? ഇഞ്ചൻ സത്യത്തിൽ എന്താണ്? സ്റ്റാർട്ടായി. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? കണ്ടാൽ
സത്യം പറഞ്ഞാൽ ആ ബസ് കണ്ടാൽ ആ ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ പുറപ്പെടാനൊക്കെ ആയി നിൽക്കുമ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയും. പക്ഷേ ഇവിടെ അത് വരുന്നത് എങ്ങനെയാണ് പറയുന്നത്? അവരത് അയ്യോ ഇത്രയും പഴഞ്ചനായ ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള ഇതിലാണ് പറയുന്നത്. इंजन सचमुच स्टार्ट हो गया, ऐसे क्यों कहा गया है? बस देखकर लगता नहीं था कि ये स्टार्ट होगी. बच्चों इस पाठ भाग अच्छी तरह वाचन करो. धन्यवाद.